ഇടയിൽ ഇസ്രായേലിലും ലെബനനും തമ്മിൽ നമുക്കറിയാം, ഈ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണല്ലോ ഈ സമാധാന കരാറിൽ നിന്നും വെടിനിർത്തലിൽ നിന്നും മറ്റുമൊക്കെ ഒന്നാം ഘട്ട ചർച്ചയും മറ്റുമൊക്കെ പിറകോട്ട് വലിച്ചത്. ഇതിപ്പോൾ ട്രംപ് പറയുന്നത് താൻ ഇടപെട്ട് 10ാമത്തെ യുദ്ധവും അവസാനിപ്പിച്ചു, ഇസ്രായേലിലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായി എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ന്യൂയോർക്ക് ടൈമാണ് നിലവിൽ വരും എന്നും ട്രംപ് പറയുന്നുണ്ട്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഇക്കാര്യം സംസാരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രൂത്ത് സോഷ്യൽ ഇക്കാര്യം പങ്കുവെക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിസ്ബുള്ളയെക്കുറിച്ച്, ഹിസ്ബുള്ളയെ ആക്രമിക്കുമോ, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമണം നടത്തുമോ എന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പ് പറയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപ് ഇത് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനകം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ലെബനനിൽ വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ്. 2 സ്ത്രീകൾ ഉൾപ്പെടെ ഏതാണ്ട് 5ഓളം ആളുകൾ ഇതിനകം മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തുടർച്ചയായി ഖിയാം, ഡിബൈൻ പട്ടണങ്ങൾ, ഈ ഖിയാമിലും ഡിബൈനിലും, ഖിയാം നമുക്ക് നേരത്തെ അറിയാം ഹിസ്ബുള്ളയുടെ തലസ്ഥാനം എന്നൊക്കെയാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഷെല്ലാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാവുകയാണ്. ദേശീയ വാർത്താ ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഒപ്പം ഹിസ്ബുള്ളയുടെ ലോഞ്ചറുകൾ ആക്രമിച്ചു എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ട്രംപ് പറയുന്നത് താൻ 10ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു, 9 യുദ്ധങ്ങളും അവസാനിപ്പിച്ചതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നും മറ്റും പറയുന്ന ട്രംപ് പക്ഷേ ഇസ്രായേലിനെ ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നുള്ളതിൽ അല്പം പരാജയപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അജയ്, ഇപ്പോൾ ഈ ലെബനൻ ഇസ്രായേൽ 10 ദിവസത്തേക്കാണ് സമാധാന കരാർ എന്നുള്ളത്. നമുക്കറിയാം, നേരത്തെയും ലെബനനെ നേരിട്ട് ആക്രമിക്കുകയല്ലാതെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നടത്തുന്ന ആക്രമണത്തിലാണ് പലപ്പോഴും സാധാരണക്കാർ കൊല്ലപ്പെടുന്നത്. പക്ഷേ അത് ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ആക്രമണങ്ങളുണ്ട്. US സമയം അനുസരിച്ചാണ് ഇന്ന് വൈകിട്ട് 5 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. പക്ഷേ ഇപ്പോൾ ഈസ്റ്റേൺ ടൈം അനുസരിച്ച് അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു വെടിനിർത്തൽ. ഇപ്പോൾ ഇന്ത്യൻ ടൈം അനുസരിച്ച് നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ഈ ലെബനിലുള്ള ടൈം അനുസരിച്ച് നോക്കിയാലും ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന്റെ സജീവമായിട്ടുള്ള ഷെല്ലാക്രമണം ഉൾപ്പെടെ തെക്കൻ ലെബനിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും വ്യാപകമായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ള ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത് ആക്രമണം ഇത്തരത്തിൽ ഇസ്രായേൽ തുടരുകയാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള അവകാശം ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്ന് അവർ അറിയിച്ചിരുന്നു. നേരത്തെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഈ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിലും ഒരു വ്യക്തതയില്ലായ്മയുണ്ടല്ലോ. കാരണം ഹിസ്ബുള്ളയെ തുടർച്ചയായി ആക്രമിക്കും എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്, ഹിസ്ബുള്ള തിരിച്ചാക്രമിക്കുമെന്ന് പറയുന്നു. പക്ഷേ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ലെബനൻ പ്രധാനമന്ത്രി അടക്കം ഇക്കാര്യം സ്വാഗതം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ട്രംപ് പറഞ്ഞതുപോലെ ലെബനിലേക്കുള്ള ആക്രമണമൊന്നും ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഹിസ്ബുള്ള ഈ സമയപരിധിക്ക്, അതായത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഈ 10 ദിവസത്തെ പീരീഡിൽ ഹിസ്ബുള്ള ഒരു സംയമനം പാലിക്കണം എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അതായത് ഹിസ്ബുള്ളയോട് ആക്രമിക്കരുതെന്ന് ട്രംപ് പറയുന്നു. അതേസമയം ഇസ്രായേൽ ഇവിടെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു നയം തന്നെയാണ് പലപ്പോഴായി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും ഷെല്ലാക്രമണം അടക്കം രൂക്ഷമാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഈ വെടിനിർത്തൽ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. കാരണം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തന്നെയാണ് ഇസ്രായേൽ നേരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അവിടേക്ക് തന്നെ ഷെല്ലാക്രമണം തുടരുന്നത് കൊണ്ട് എന്താണ് അവർ ഇക്കാര്യം ഈ വെടിനിർത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ട്രംപ് ഹിസ്ബുള്ളയോട് വെടിവെക്കരുതെന്ന് പറയുന്നു, അതേസമയം ഇസ്രായേലിന് വെടിവെക്കാമോ? അത്തരമൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിസ്ബുള്ള തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇതിനു മുൻപേ അവർ പറഞ്ഞിരുന്നത് ഈ വെടിനിർത്തൽ കാലയളവിൽ അവരുടെ നിരീക്ഷണം അത് ശക്തമായി തന്നെ തുടരും എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു. ഹിസ്ബുള്ളയും വെടിനിർത്തലിന് തയ്യാറായി രംഗത്ത് വന്നതുമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ നിലവിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു. വെടിനിർത്തൽ വന്നിട്ട് മണിക്കൂറുകളേറെയായി, പക്ഷേ ഇപ്പോഴും അത് തുടരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇനി അടുത്ത ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ച അത് ലെബനന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ഔണും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് US എത്തി നടത്തുന്ന ചർച്ചയാണ്. 34 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന സുപ്രധാനമായിട്ടുള്ള ചർച്ച എന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ
ഇത്തരത്തിലൊരു സമാധാനമില്ലാത്ത സാഹചര്യം തുടർന്നാൽ ആ ചർച്ചയുടെ ഭാവി എന്താകും? ഈ 10 ദിവസത്തെ വെടിനിർത്തൽ അതിന്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യങ്ങളും കൂടിയുണ്ട്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. ട്രംപിന്റെ 2 അവകാശവാദങ്ങളാണ് ഇന്ന്. ഒന്ന്, ഞങ്ങൾ ഇറാനുമായി സമാധാന കരാറിലേക്ക് എത്തുന്നു, അതിന് നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പുറത്തെ 10ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു, അത് ലെബനനും ഇസ്രായേലും തമ്മിലുള്ളതാണ്. ഇത്തരത്തിലുള്ള കിറുക്കൻ പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തും തുടരുന്നു എന്നുള്ളതാണ് ആത്യന്തിക ഫലം. ഇതിനിടയിൽ ട്രംപിന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.